Artless പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിജ്ഞ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നമ്മൾ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ എസ്പെഷ്യലി പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മാസ്കിൻ്റെ ടേപ്പ്. അപ്പോൾ ഞാൻ ഇന്ന് വളയൊക്കെ പോലെ ഇട്ടിട്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇതിനെക്കൊണ്ടുള്ള ഉപയോഗം എന്ന് നോക്കാം. അത് കൂടാതെ ഇതിനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞേക്കുക അയ്യോ കീറിപ്പോയി. അപ്പം കീറാതെ എങ്ങനെ നമുക്കിതിനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ ഞങ്ങളെ ബാക്കി വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ വീഡിയോ അപ്പം നമ്മൾ എന്തിനൊക്കെയാണ് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ ആ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് പീസിൻ്റെ പേപ്പറിനെ ഡ്രോയിങ് ബോർഡിലേക്ക് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് ബോർഡിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ് ഇടയ്ക്കിടയ്ക്ക് നീങ്ങി കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ. പിന്നെ രണ്ടാമത്തത് പേപ്പറിൻ്റെ മുകളിൽ വെള്ളം കൂട്ടിയിട്ടാണല്ലോ അടിക്കുന്നത്. അപ്പോൾ വെള്ളം കൂട്ടി അടിക്കുമ്പോൾ പേപ്പർ വെള്ളം അബ്സോർബ് ചെയ്യും. വെള്ളം അബ്സോർബ് ചെയ്യുമ്പം പേപ്പർ നാച്ചുറലി ബക്കിൾ ചെയ്യും. ബക്കിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പേപ്പർ ഇങ്ങനെ വേവ്സ് പോലെ വളഞ്ഞ് വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് 4 സൈഡും ഒട്ടിക്കുന്നത്. അപ്പോൾ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലിമിറ്റ് വരെ നല്ലോണം കുറയും. പിന്നെ എങ്ങനെയായാലും ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് വരുന്നത് കാണാം, പക്ഷെ എന്നാലും എക്സസീവ് ആയിരിക്കില്ല. അപ്പം ഈ ബക്കിളിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് പൊങ്ങിയും താന്നും അങ്ങനെ ഒരു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ക്യാൻവാസ് സ്ട്രെച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. അതിനും നമ്മൾ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് അതിനെ സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവസാനം ഫൈനലി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല വൃത്തിക്ക് ഒരു ഫ്രെയിം പോലെ പെയിൻറ്റിങ്ങിന് ചുറ്റും വരും. അത് കാണാൻ തന്നെ നല്ലൊരു ഫിനിഷാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കാണാൻ തിരിച്ചാലും മറിച്ചാലും പേപ്പറിന് ബെൻഡില്ല, വളവില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സാധാ പേപ്പർ നിൽക്കുന്ന പോലെ തന്നെ സ്റ്റഡി ആയിട്ട് നമ്മളെ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാലും പേപ്പർ നിൽക്കുന്നുണ്ട്. മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുമ്പം നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പറിക്കുമ്പം ചില സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്കും പറ്റിയതാട്ടോ. ഇത് പറിക്കാം വലിയ പ്രതീക്ഷ പറിക്കുമ്പോൾ അതാ കീറി. ഞാൻ ആദ്യം ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ഭാഗം ബോർഡിലേക്ക് ഒട്ടിക്കുന്ന ഭാഗം വെറുതെ കട്ട് ചെയ്ത് കളയും. അപ്പം പിന്നെ ബാക്കി ഇതിൻ്റെ സൈഡിൽ വരുന്ന ഒരു കുറച്ച് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ഭാഗം ഫ്രെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് പോവും. അപ്പോൾ പിന്നെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു ടെക്നിക്ക് പഠിച്ചു. മാസ്കിംഗ് ടേപ്പിന് നമ്മൾ ഒരു ബനിയൻ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് 1-2 പ്രാവശ്യം നമ്മൾ വർക്ക് പീസിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒട്ടിച്ച് പറിച്ചതിന് ശേഷം നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാലും നല്ല സ്ട്രോങ് ഉണ്ടാവും. അതിന് പെയിൻറ്റിങ് പറഞ്ഞു പോരൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് അതേപോലെ ഒട്ടിച്ച് വെക്കുക. പക്ഷേ നിങ്ങൾക്ക് കണ്ടൂടെ, ഇത് പറിക്കുമ്പം ഒരു കീറലോ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് സ്മൂത്തായിട്ട് പറിച്ചെടുക്കാം. ലാസ്റ്റ് ടെക്നിക്ക് ഞാനിപ്പം ഹെയർ ഡ്രയർ വാങ്ങിയതിന് ശേഷം യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ വേഗം ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യും. അപ്പോൾ അതിനെന്തായാലും വാങ്ങിയിട്ടുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഫുൾ വർക്ക് ചെയ്ത് കഴിയുമ്പം ജസ്റ്റ് ഇത് ഈ ടേപ്പിൻ്റെ സൈഡിൽ ഫുള്ള് പിടിച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ പിടിച്ചാൽ മതി. 2 മിനിറ്റ് വേണമെന്നില്ല ഞാൻ തോന്നുന്നു. ഇത് പിടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് തൊട്ട് നോക്കുക ആ ടേപ്പ് ചൂടായിട്ട് കരിയാനൊന്നും കാത്തൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾ പറിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കുക. പറിക്കാൻ കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പോലെ സ്മൂത്തായിട്ട് പറിച്ചെടുക്കുക, ഒരു ഡാമേജും ഒന്നും വരില്ല. അപ്പോൾ ഇതാണ് 3 ടെക്നിക്ക് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.